ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ മീനിലോട്ട് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫിഷിൻ്റെ തലഭാഗമാണ് ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മീൻ കുറച്ച് സമയമോ അപ്പോൾ തീ സിമ്മിലിട്ട് നമുക്ക് ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫിഷിൻ്റെ തലഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ 3 കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേറെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 3 വലിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത്, അതുപോലെ ഒരു 5 പച്ചമുളക്, ആവശ്യത്തിന് തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അരപ്പിനാവശ്യമായിട്ട് ഒരു അരമുടി തേങ്ങ നല്ല ഫൈനായി അരച്ചത്, ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്തു, അതുപോലെ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഒരുപാട് അധികം മസാലകളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ മീൻ കറിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെന്തയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് നന്നായി മൂത്ത് വരുന്നതിന് ശേഷം വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വേറെ കടയിൽ നിന്ന് മേടിച്ച ആർട്ടിഫിഷ്യൽ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. വീട്ടിലുണ്ടാക്കിയ, അതായത് വീട്ടിലെ പൊടികൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മസാല പൊടികൾ ചിക്കനിലോ അതുപോലെ മീനിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാല ഞാൻ ചേർക്കാറുള്ളൂ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി എല്ലാം കൂടി വഴണ്ടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കണമെന്നില്ല, ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ആവശ്യമായിട്ടുള്ള മസാലകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് യോജിപ്പിച്ച് ഒന്നുകൂടി നന്നായി ഒരു മുളകിൻ്റെ മണമൊക്കെ മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം തേങ്ങ അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ അരപ്പ് നന്നായി തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീൻ വേവുന്നത് വരെ നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ മീൻ കറിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇനി ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല സ്വാദാണ്. ഇനി കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ മീൻ കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.